UDF ഇപ്പോൾ പ്രതിരോധത്തിലായോ സ്വർണ്ണക്കൊള്ളയിൽ എന്നുള്ളതാണ് ചോദ്യം. പ്രതിരോധത്തിലാകുന്നതിൻ്റെ സൂചനകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നതാണ് എൻ്റെ ടേക്ക്. പിന്നെ ഈ UDF പ്രതിരോധത്തിലാവുമ്പോൾ മാത്രം നമുക്ക് ഇത് LDF ആണോ UDF ആണോ പോറ്റിയെ കയറ്റിയത് രാഷ്ട്രീയക്കാരാണോ എന്ന് ചർച്ച ചെയ്യേണ്ടതില്ല എന്ന നിലപാടെനിക്കില്ല. കാരണം അത് UDF ആണെങ്കിലും LDF ആണെങ്കിലും കയറ്റിയത് ആരാണെങ്കിലും അവർ അനുഭവിക്കുക തന്നെ വേണം എന്നുള്ളതാണ് അന്നത്തെയും എൻ്റെ നിലപാട്, ഇന്നത്തെയും എൻ്റെ നിലപാട്. പിന്നെ ഇത് ഏതെങ്കിലും UDFിൻ്റെ മീറ്റിംഗ് കൂടിയിട്ടോ LDFിൻ്റെ മീറ്റിംഗ് കൂടിയിട്ടോ സോണിയാഗാന്ധി മീറ്റിംഗ് കൂടിയിട്ടോ പിണറായി വിജയൻ മീറ്റിംഗ് കൂടിയിട്ടോ അല്ല ഈ സ്വർണ്ണക്കൊള്ളയോ കൊടിമരത്തിലെ തട്ടിപ്പോ നടന്നിരിക്കുന്നത്. അത് പിണറായി വിജയൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അതാത് കാലത്തെ അവതാരങ്ങളാണ് ഇതിന് പിന്നിലുള്ളത്. അതിനിപ്പോൾ നേതൃത്വം നൽകിയത് തന്ത്രി രാജീവ് കണ്ഠരാണ് എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. എങ്ങനെയാണ് UDF ഈ കേസിൽ പ്രതിരോധത്തിലാവുന്നത്? 4 പോയിന്റുകളുണ്ട്. 1, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സന്നിധാനത്ത് കയറ്റിയത് 2007 പറയുന്നത്. മലയാളം വാരികയിൽ വന്ന ലേഖനത്തിലെ സമകാലിക മലയാളത്തിൻ്റെ ഓൺലൈൻ പതിപ്പിലെ ഒരു ഭാഗം ഞാൻ വായിക്കാം. 2004 മുമ്പ് ഉണ്ണികൃഷ്ണൻ പോറ്റി ബംഗളൂരുവിലെ ശ്രീരാംപുര അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ മേൽശാന്തിയായിരുന്നു. അത് വസ്തുതയാണ്. ഈ ക്ഷേത്രത്തിലെ തന്ത്രി കണ്ഠര് രാജീവരാണ്. അതും വസ്തുതയാണ്. ഈ സമയത്ത് ഇരുവരും തമ്മിൽ അടുപ്പം തുടങ്ങിയെന്നാണ് SITയുടെ കണ്ടെത്തൽ. കീഴ്ശാന്തിയുടെ സഹായിയായി തുടങ്ങിയ ഉണ്ണികൃഷ്ണൻ പോറ്റി വളരെ പെട്ടെന്ന് തന്നെ സന്നിധാനത്തെ പ്രധാനികളിൽ ഒന്നായി വളർന്നു. തന്ത്രി രാജീവ് കണ്ഠരും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ 2004 മുമ്പേ തന്നെ ബന്ധമുണ്ടായിരുന്നു. ഈ സമയത്ത് അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ കീഴ്ശാന്തിയുടെ സഹായിയായിട്ട് എത്തുന്നത് 2004 എന്നാണ് സമകാലിക മലയാളം പറയുന്നത്. 2007 ഒരു ചിത്രം പുറത്തു വന്നിട്ടുണ്ട്. ആ ചിത്രത്തിൽ ഉത്സവ സമയത്ത് ഈ തന്ത്രി രാജീവ് കണ്ഠരുടെ തൊട്ടുപിന്നിൽ, അതാണ് നമ്മൾ നേരത്തെ പുറത്തുവിട്ട ചിത്രം, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്ന ചിത്രവും പുറത്തു വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 2004 ഉണ്ണികൃഷ്ണൻ പോറ്റി സന്നിധാനത്ത് വരുന്നതെങ്കിൽ ആ സമയത്ത് ദേവസ്വം മന്ത്രി KC വേണുഗോപാലാണ്. അതിന് തൊട്ട് മുമ്പ് കാർത്തികൻ ആയിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ ഈ കാലയളവിൽ ഇതുകൊണ്ട് KC വേണുഗോപാൽ കയറ്റിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം കൊണ്ടുവരുന്നത് ആരാ? തന്ത്രി രാജീവ് കണ്ഠര. ഈ പരികർമ്മികളുടെയോ കീഴ്ശാന്തിക്കാരുടെ നിയമനത്തിൽ ദേവസ്വം ബോർഡിനോ ദേവസ്വം വകുപ്പ് മന്ത്രിക്കോ ഒരു തരത്തിലുള്ള സ്വാധീനവുമില്ല എന്നുള്ളതാണ്. അത് കടകംപള്ളി സുരേന്ദ്രനുമില്ല, KC വേണുഗോപാലിനുമില്ല എന്നുള്ളതാണ്. പിന്നെ താല്പര്യത്തോടു കൂടി ഇടപെടുവോ എന്നുള്ളതാണ് പ്രശ്നം. ഞാൻ കരുതുന്നില്ല KC വേണുഗോപാലാണ് ഈ പോറ്റിയെ അവിടെ കൊണ്ടുവന്നതെന്ന്. പക്ഷേ പോറ്റി ശബരിമലയിൽ എത്തുന്ന കാലം എന്ന് പറയുന്നത് UDFിൻ്റെ ഭരണകാലത്ത് ഈ ദേവസ്വം മന്ത്രിയായിരിക്കുന്ന സമയത്താണ്. ഇതാണ് അതിലെ വസ്തുത. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട ചോദ്യം, പ്രതിരോധത്തിലാവുന്നത് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുമ്പോൾ, കൊടിമരം വിവാദത്തിലാകുമ്പോൾ എങ്ങനെയാണ് UDF പ്രതിരോധത്തിലാവുന്നത്? 3 പേരുടെ പേരുകൾ പ്രേക്ഷകർ ശ്രദ്ധിച്ചു വെച്ചോളൂ. ഒന്ന് പ്രയാർ ഗോപാലകൃഷ്ണൻ, മറ്റൊന്ന് അജയ് തറയിൽ, മറ്റൊന്ന് സ്പോൺസറായ റെജി. ഈ 3 പേരുടെയും ഇടപെടലുകൾ ദുരൂഹമാണ് എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതെന്താണെന്നുള്ളത് അന്വേഷണത്തിലൂടെയാണ് പുറത്തു വരേണ്ടത്. എന്തായാലും കോൺക്രീറ്റ് കൊണ്ട് നിർമ്മിച്ച ഒരു കൊടിമരത്തിന് ചിതലരിച്ചുവെന്നും ജീർണതയുണ്ടെന്നും തന്ത്രപ്രശ്നത്തിൽ കണ്ടെത്തി, ഒരു അഷ്ടമംഗല്യ ദേവപ്രശ്നത്തിൽ കണ്ടെത്തി എന്നാണ് പറയുന്നത്. ഇങ്ങനൊരു ദേവപ്രശ്നം 2018 നടന്നു കേട്ടോ. ആ ദേവപ്രശ്നത്തിൽ കണ്ടെത്തിയത് എന്താണെന്നറിയാമോ? ലൈംഗികാരോപണ കേസിൽ പുറത്തായ തന്ത്രിയെ വീണ്ടും സന്നിധാനത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി ദേവന് ഇഷ്ടമുണ്ട് എന്നുള്ളതാണ് കണ്ടെത്തിയത്. അത് പിന്നീട് വിവാദമായി മാറി. അത് പിന്നീട് നടക്കാതെ പോകുന്ന സാഹചര്യം ഉണ്ടായി. ഒരു ദേവപ്രശ്നം നടന്നാൽ അത് വേണമെങ്കിൽ തടയാനുള്ള അധികാരം ദേവസ്വം ബോർഡിൻ്റെ ഓംബുഡ്സ്മാനുണ്ട്. ഇത് ഇപ്പോൾ ഈ കൊടിമരത്തിനൊന്നും സംഭവിച്ചിട്ടില്ല. വാജുവാഹനത്തിന് കേടില്ല, അഷ്ടദിക്പാലകർക്ക് കേടില്ല, പഞ്ചവർഗത്തറയ്ക്ക് കേടില്ല. പിന്നെ എങ്ങനെയാണ് ഈ കൊടിമരത്തിന് മാത്രം, കോൺക്രീറ്റ് കൊണ്ട് നിർമ്മിച്ച കൊടിമരത്തിന് മാത്രം കേടുണ്ടാവുന്നത്? എന്തുകൊണ്ടാണ് ഈ UDFിൻ്റെ കാലത്തെ ഓംബുഡ്സ്മാൻ ഈ ദേവപ്രശ്നത്തിൽ പറഞ്ഞിരുന്ന ഈ കൊടിമരം സ്വർണം വീണ്ടും പൂശണമെന്ന് പറയുന്നതിനെ എതിർക്കാതെ പോയത്? അന്ന് ആരായിരുന്നു ദേവസ്വം ബോർഡ് ഭരിച്ചിരുന്നത്? ദേവസ്വം ബോർഡ് ഭരിച്ചിരുന്നത് VS ശിവകുമാർ. ദേവസ്വം ബോർഡ് അംഗങ്ങൾ ആരായിരുന്നു? പ്രയാർ ഗോപാലകൃഷ്ണനും അതിനു മുമ്പ് MP ഗോവിന്ദൻ നായരും. ആ സമയത്താണ് ഈ കൊടിമരത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത്. നിർമ്മാണ പ്രവർത്തനം തുടങ്ങുന്നത് വളരെ വിശാലമായിട്ടാണ്. ഏകദേശം, ഇതാണ് എൻ്റെ മൂന്നാമത്തെ ചോദ്യം, 6 മാസ കാലയളവ് കൊണ്ടാണ് ഈ തൈലാദിവാസം കഴിഞ്ഞ് എന്ന് പറഞ്ഞാൽ രാമച്ചവും ഒപ്പം തേക്കിനെ നല്ലെണ്ണയിൽ കുളിപ്പിച്ച് കിടത്തി നല്ല ഒന്നാന്തരം വൃത്തിയുള്ള വളവില്ലാത്ത തേക്ക്, അതിന് ഒരു പൈസ ചിലവായിട്ടില്ല കേട്ടോ ദേവസ്വം ബോർഡിന്. അയ്യപ്പ സേവാ സംഘമാണ് ഈ തേക്ക് അവിടെ കൊടുത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ തേക്ക് കൊണ്ടുവന്നു. ആ തേക്ക് സ്വർണം പൂശാൻ വേണ്ടിയിട്ട് നേരത്തെ ജിമ്മി പറഞ്ഞതുപോലെ ഫിനിഷ് ഗ്രൂപ്പ് 3 കോടിയിലധികം രൂപ കൊടുത്തു. അല്ല, സാധാരണ ഒരു പിന്നെന്താണ് കൊടിമരം മാറ്റി സ്ഥാപിക്കണമെങ്കിൽ ആദ്യം മാറ്റി സ്ഥാപിക്കാൻ തീരുമാനിക്കും. അതിനുശേഷമാണല്ലോ തേക്കാണോ മറ്റന്നാണ് തീരുമാനിക്കുക. ഇവിടെ രസം എന്താ അറിയോ? ലക്ഷണമൊത്ത തേക്ക് അയ്യപ്പ സേവാ സംഘം വാങ്ങി നൽകാമെന്ന് ബോർഡിനെ അറിയിച്ചു. തീരുമാനിക്കുകയാണ്. ഇതൊന്നും തന്നെ രേഖാമൂലമല്ല എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന കാര്യം. ബാക്കി എല്ലാത്തിൻ്റെ കാര്യത്തിലും മഹസൂലല്ലോ പുറത്തു വരാൻ പോവുകയാണ്. നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ഈ ഫിനിഷ് ഗ്രൂപ്പ് 3 കോടി രൂപ കൊടുക്കുന്നു. എൻ്റെ മൂന്നാമത്തെ ചോദ്യം ഇതാണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യം 2004
ഈ ലേഖനത്തിൽ പറയുന്നത് പോലെ ബാംഗ്ലൂരുവിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി സന്നിധാനത്തേക്ക് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ആ കാലയളവിൽ ഉണ്ടായിരുന്നത് കെ.സി. വേണുഗോപാലും ജി കാർത്തികേയനുമാണ്. അത് ദേവസ്വം ബോർഡിന്റെ കാലത്താണ്. ആ സമയത്ത് ഇവർക്ക് ഒരു ബന്ധമില്ലെങ്കിൽ പോലും ആ കാലയളവ് അതാണ്. രണ്ടാമത്തേത് വരുന്നത് ഈ സ്വർണ്ണക്കൊടിമരം പൂശാം എന്ന് ദേവപ്രശ്നത്തിൽ കണ്ടെത്തുകയും അത് അന്നത്തെ കോൺഗ്രസിന്റെ ഭരണകാലത്തെ രണ്ട് പ്രധാനപ്പെട്ട ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ഗോവിന്ദൻ നായരും അതേപോലെ പ്രയാർ ഗോപാലകൃഷ്ണനും അത് നടപ്പിലാക്കാൻ തീരുമാനിക്കുന്നു. പ്രയാർ ഗോപാലകൃഷ്ണന്റെ കാലത്ത് അജയ് തറയിൽ അംഗമായിരുന്ന കാലത്ത് ഈ കൊടിമരം കെ രാഘവനും ഉണ്ടായിരുന്ന സമയത്ത് അത് പൂശുന്നു, സ്വർണം പൂശാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നു. ആ സമയത്താണ് ഏറ്റവും കൗതുകകരമായ കാര്യം ഉണ്ടാവുന്നത്. അതാണ് മൂന്നാമത്തെ ചോദ്യം. 3 കോടി രൂപ ഫിനിക്സ് കൊടുത്തു, സ്പോൺസർഷിപ്പ് കൊടുത്തു. ഇതുകൂടാതെ കോടിക്കണക്കിന് രൂപയും സ്വർണവും ഭക്തജനങ്ങളിൽ നിന്ന് പിരിച്ചിട്ടുണ്ട്. ഇതിന്റെ കണക്ക് എവിടെയെങ്കിലും നമ്മൾ വായിച്ചോ? എവിടെയെങ്കിലും നമുക്കറിയാമോ ഇതിന്റെ കണക്ക്? എവിടെയാ രേഖപ്പെടുത്തിയത്? എവിടെ രേഖപ്പെടുത്തി എന്നുള്ളതാണ് ചോദ്യം. ഇനി ഈ അഷ്ടദിക്പാലകർ ഏതൊക്കെ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ഈ വാജിവാഹനത്തെ മറ്റേതെങ്കിലും വ്യവസായിയുടെ കയ്യിലേക്ക് കൊടുത്തിട്ടുണ്ടോ? ഈ ചോദ്യത്തിനൊന്നും ഉത്തരം പറയേണ്ടത് ഇടത് സർക്കാരല്ല, ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന UDF സർക്കാർ കൂടിയാണ്. അപ്പോൾ പ്രശ്നം ഇതാണ്. ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കാനാണ് ഒരു ഭാഗത്ത് ശ്രമമെങ്കിൽ പാറടിപ്പാട്ട് എഴുതിയ UDFന് നേരെയും ചോദ്യങ്ങൾ വരും. ഇനി അതല്ല, യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ടത് എന്താ? ഇതിൽ അവതാരങ്ങളും ശബരിമലയിൽ ഇരു കക്ഷികളും വിശ്വസിച്ച് നിയോഗിച്ചിരിക്കുന്ന ദേവസ്വം ബോർഡ് അംഗങ്ങളും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും തന്ത്രിയും ഒക്കെ ചേർന്ന് നടത്തിയൊരു വലിയ കൊള്ളയാണോ ഇത്? ഞാൻ അങ്ങനെ വിശ്വസിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതിലാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഇതൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടിയും ശബരിമലയിലെ ഏതെങ്കിലും ഒരു ദേവന്റെ സ്വർണം കൊണ്ടുപോകുമെന്ന് വിശ്വസിക്കുക വയ്യ. അപ്പോൾ രാഷ്ട്രീയവൽക്കരിക്കാനാണ് തീരുമാനമെങ്കിൽ UDF പ്രതിസന്ധിയിലാവും. അതല്ല, ഈ പാറടിപ്പാട്ടിൽ പറയുന്ന പോലെ KT ധാര എന്ന ചോദ്യത്തിനും അപ്പുറത്തേക്ക് ഈ തട്ടിപ്പ് നടത്തിയ സംഘത്തെ കണ്ടെത്താനാണ് ശ്രമമെങ്കിൽ അത് പുറത്തു വരണം എന്നുള്ളതാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്. ആ പേരുകൾ ഒരിക്കൽ കൂടി പറയുന്നു. ASP കുറുപ്പ് അവിടുത്തെ അഭിഭാഷക കമ്മീഷണറായിരുന്നു. അതേപോലെ അജയ് തറയിൽ ദേവസ്വം ബോർഡ് അംഗമായിരുന്നു. റെജി ആ സമയത്ത് ഒരു സ്പോൺസർഷിപ്പ് കോർഡിനേറ്റർ ആയിരുന്നു. ശ്രദ്ധിക്കേണ്ട പേരുകളാണ്. ഇനി പ്രയാർ ഗോപാലകൃഷ്ണൻ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഏറ്റവും കൂടുതൽ ഫോട്ടോ പുറത്തു വന്ന ഒരേ ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണനാണ്. നിർഭാഗ്യവശാൽ അദ്ദേഹം ഇന്ന് ജീവനോടെ ഇല്ല. ഇനി പുറത്തു വരേണ്ടത് നേരത്തെ ജിമ്മി പറഞ്ഞതുപോലെ 18-ാം പടിയിൽ എത്ര സ്വർണം പൂശി, പഴയ സ്വർണം എത്രയുണ്ടായിരുന്നു, 1.5 കിലോഗ്രാം സ്വർണം എന്ന കണക്കിന് 18 പടിയിലെയും ആ പഴയ സ്വർണം എവിടെ പോയി എന്നുള്ള ചോദ്യം. 2, സ്വർണ്ണക്കൊടിമരത്തിൽ പൂശിയ സ്വർണം, അതിന് കിട്ടിയ ബാക്കി പണവും തുകയും എവിടെയെന്ന ചോദ്യം. ഈ ചോദ്യങ്ങളെല്ലാം പുറത്തു വരുമ്പോൾ കഥ മറ്റൊരു അന്തരീക്ഷത്തിലേക്ക് പോകുമെന്നാണ് ഞാൻ കരുതുന്നത്. അയ്യപ്പൻ ഒരാളെയും വെറുതെ വിടൂല. Meet the editors.